ചാനൽ പ്രവർത്തകന്റെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയ സംഭവം വലിയ ചർച്ചയായിരുന്നു. ഇന്നലെ GST ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത തിരുവനന്തപുരം ടാഗോ തിയേറ്ററിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരുന്നു സംഭവം. VIP കവാടത്തിലൂടെ പുറത്തെത്തിയ മോഹൻലാലിനോട് മകൾ വിസ്മയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണിൽ തട്ടിയത്. എന്താ മോനെ, ഇത് കണ്ണല്ലേ എന്ന് ചോദിച്ച് കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ മോഹൻലാൽ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തമാശ രൂപേണ പറഞ്ഞാണ് തിരിച്ചുപോയത്. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ആ മാധ്യമപ്രവർത്തകനെ മോഹൻലാൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. നോ പ്രോബ്ലം, കഴിഞ്ഞ കാര്യമല്ലേ, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, പറ്റിയാലും ഒന്നും ചെയ്യാൻ ഒക്കില്ലല്ലോ. ഇതെന്താണെന്നറിയുമോ, നമ്മളൊരു 5 മണിക്കോ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടാൻ പറയുന്നു, അവർ അതിടുന്നു. നമ്മളൊരു ഫംഗ്ഷന് കയറുന്നു, അതിനിടയിൽ എന്താണ് ന്യൂസിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അറിയാത്തൊരു കാര്യം സംസാരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല എന്ന്. അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പുരികത്തിൽ കൊള്ളാനുള്ളത് കണ്ണിൽ കൊണ്ടു, അത്രയുള്ളൂ. കുഴപ്പമൊന്നുമില്ല മോനെ, ടേക്ക് കെയർ. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന ഡയലോഗ് തമാശയ്ക്ക് ആവർത്തിച്ച ശേഷമാണ് മോഹൻലാൽ ഫോൺ വെച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.